Hello guys, I am Asbin and welcome back to my channel Super Earnest. ഇതവണ സൂപ്പർ ഏണസ്റ്റ് സൂപ്പർ ഹീറോസ്. സൂപ്പർ ഏണസ്റ്റിനെ വേണ്ടിയിട്ട് പുതിയ മാറവിട്ടോടിക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടൺസ് ഓഫ് ലീക്സ് ആൻഡ് പ്ലോട്ട് ലീക്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ, എന്നാൽ കുറച്ചുകൂടി നടക്കാൻ സാധ്യതയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ലീക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിനെ കുറച്ച് നോക്കാം. നമുക്കൊരു കഥ പോലെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. സോ ആദ്യം തന്നെ ഈ ഒരു ഇത് തുടങ്ങുന്നത് തന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇൻകർഷൻസ് വെച്ചിട്ടാണ്. സോ ഇൻകർഷൻസ് നമ്മൾ സീക്രട്ട് വാസിലൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇൻകർഷൻസ് രണ്ട് എർത്തുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് നശിക്കുന്ന. സോ ആ ഇൻകർഷൻസ് വരികയും റിയാലിറ്റീസൊക്കെ ഡിസ്ട്രോയ് ആവുന്നിടത്താണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. അവിടെ വെച്ചിട്ട് ഒരു ആൾട്ടർനേറ്റ് യൂണിവേഴ്സിലുള്ള പീറ്റർ പാർക്കറിനെ ഒരു പോർട്ടലിലോട്ട് പുള്ളി ചെയ്യാണ്. സോ ഈ ആൾട്ടർനേറ്റ് യൂണിവേഴ്സിലുള്ള പീറ്റർ പാർക്കർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ടോബി മെഗ്വായറുള്ള സ്പൈഡർമാൻ അല്ലെങ്കിൽ പീറ്റർ പാർക്കർ ആവണം. പുള്ളി ഇത് മറ്റൊരു യൂണിവേഴ്സിലോട്ട് വിട്ടിരിക്കുകയാണ്. സോ അതിനുശേഷം നമുക്ക് കാണുന്നത് വെച്ചാൽ നമ്മൾ TVA അഥവാ ടൈം വേരിയൻസ് അതോറിറ്റി പറയുകയാണ് 3 യൂണിവേഴ്സുകൾ മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ളൂ. അതായത് എർത്ത് 616 നമ്മുടെ മെയിൻ യൂണിവേഴ്സ്, എർത്ത് 828, പിന്നെ എർത്ത് 1005. പിന്നെ നമ്മളെന്ന് വെച്ചാൽ നമ്മളെ ലോക്കി നമ്മൾ സീസൺ 2 അവസാനം കണ്ട അവിടെ നിന്ന് ഉള്ളൊരു കണ്ടിന്യൂഷനാണ് നമ്മൾ കാണുന്നത്. അപ്പം ലോക്കിക്ക് മനസ്സിലാവുകയാണ് ഈ ടൈം ലൈൻ അല്ലെങ്കിൽ മൾട്ടിവേഴ്സിലെ പ്രശ്നങ്ങൾ കാരണം ക്യാങ്ങിൻ്റെ വേരിയൻസോ അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതെന്തെന്ന് വെച്ചാൽ സ്റ്റീവ് റോജേഴ്സ് നമ്മുടെ ക്യാപ്റ്റൻ കാരണമാണ്. അതായത് പുള്ളിക്കാരൻ പാസ്റ്റ് ഇപ്പോൾ ഇൻഫിനിറ്റി സ്റ്റോൺ റിട്ടേൺ ചെയ്തതിന് ശേഷം ഒരു ഒരു ചെറിയൊരു വെട്ടുണ്ടാക്കിയിട്ട് പുള്ളിക്കാരൻ പോയത് നമ്മുടെ പെഗ്ഗി കാർട്ടറിൻ്റെ അടുത്ത് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇതിനെല്ലാം പ്രോബ്ലംസ് ഉണ്ടായതെന്ന് നമ്മൾ ലോക്കി മനസ്സിലാക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ 31-ാം നൂറ്റാണ്ടിൽ നമ്മുടെ വിക്ടർ വോൺ ഡൂം നമ്മുടെ ലാറ്റ്വേരിയ ഭരിച്ചിരുന്നു. അവിടെ പുള്ളിക്കാരൻ്റെ വൈഫായിട്ടുള്ള സൂസ്റ്റോമിൻ്റെയും മക്കളായിട്ടുള്ള ഫ്രാങ്ക്ലിനും വലേറിയയോടൊപ്പം പുള്ളിക്കാരൻ അവിടെ ജീവിച്ചിരുന്നു. അവിടെ ഇൻകർഷൻ ഉണ്ടാവുകയും ആ യൂണിവേഴ്സ് മൊത്തം ഡിസ്ട്രോയ് ആവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവസാനം ആ യൂണിവേഴ്സിൽ നിലനിന്നത് അല്ലെങ്കിൽ സർവൈവ് ചെയ്തത് നമ്മുടെ ഡൂം മാത്രമാണ്. അപ്പം നമ്മുടെ ഡൂമാണെങ്കിൽ നമ്മുടെ കൗൺസിൽ ഓഫ് ഡൂം മൊത്തത്തിൽ എടുത്ത് കളയാണ്, ഡിസ്ട്രോയ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡൂംസ് ആണ്, അതായത് വേറെ റിയാലിറ്റീസിലുള്ളത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മൾ എർത്ത് 616 നമ്മൾ ഡൂം ട്രാവൽ ചെയ്യുന്നതായിട്ടാണ്. സോ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ഒരു സെയിം ഫേസ് ആണ് നമ്മുടെ ഡൂമിനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവഞ്ചേഴ്സിനാകെ മൊത്തം കൺഫ്യൂഷൻ ആകുകയാണ്. പക്ഷേ നമ്മൾ ഡൂം പറയുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വന്നൊരു ആലയാണ് ഞാൻ, നിങ്ങൾ പേടിക്കേണ്ട, റിയാലിറ്റിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് അവർ അടുത്തായിട്ട് നമ്മുടെ ഡോക്ടർ ഡൂം പറയുന്നുണ്ട്. സോ നമ്മുടെ ഫ്രാങ്ക്ലിൻ റിച്ചാർഡിൻ്റെ റിയാലിറ്റി ആൾട്ടറിങ് എബിലിറ്റീസ് അഥവാ പവേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡൂം നമ്മുടെ വാണ്ട മാക്സിമോഫിനെ റിസറക്റ്റ് ചെയ്യണം, അഥവാ വീണ്ടും ജീവിപ്പിക്കുകയാണ്. സോ പിന്നീട് എന്ന് വെച്ചാൽ പ്രോമിസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അവർ റീയൂണൈറ്റ് ചെയ്യും, അതായത് വാണ്ടയുടെ ചിൽഡ്രൻ അതായത് മക്കളുമായിട്ട് റീയൂണൈറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതായത് പുതിയൊരു വേൾഡിലേക്ക്, അതായത് നമ്മുടെ ഡൂം പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ റീയൂണൈറ്റ് ചെയ്യാമെന്ന് നമ്മൾ വാണ്ടയ്ക്ക് വാക്ക് കൊടുക്കുന്നു. സോ അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഡൂം നമ്മുടെ എക്സ്മെനും അവഞ്ചേഴ്സും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുകയാണ്. അതായത് എക്സ്മെൻ്റെ ഇതിൻ്റെ അടുത്തൊരു അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡൂമിൻ്റെ ഡൂം ബോട്ട്സ് വെച്ചിട്ട് നമ്മുടെ എക്സ്മാൻഷൻ പുള്ളിക്കാരൻ അടിച്ച് തകർക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇതിനെല്ലാം കാരണം അവഞ്ചേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ ആ എക്സ്മെൻ ടീസർ കണ്ട പോലെ തന്നെ ആ ഒരു സംഭവം, അതായത് അവിടെ നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഡൂം തന്നെ ആവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡൂം ബോട്ട്സ് ഉപയോഗിച്ച് ആ ഒരു സ്ഥലം മൊത്തം അടിച്ച് നെരിപ്പാക്കിയിട്ട് പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം കാരണം അവഞ്ചേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്.
അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ മാഗ്നറ്റോയുടെ സഹായം അല്ലെങ്കിൽ കോപ്പറേഷൻ പുള്ളിക്കാരന് കിട്ടുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ ചെയ്യുന്നത് വെച്ചാൽ പ്രൊഫസർ ചാൾസിനെയും പുള്ളിക്കാരൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ തമ്മിൽ നമ്മുടെ അവഞ്ചേഴ്സ് എക്സ്മെനും തമ്മിലൊരു അടി ആവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ചാൾസ് സേവിയർ സെൻട്രിയെ അടിച്ച് തൂഫാനാക്കും എന്നൊക്കെ ഇത് പറയുന്നത്. പക്ഷേ അതൊന്നും എനിക്കത്ര വിശ്വാസം തോന്നില്ല. അത് ജസ്റ്റ് ഒരു ഇതായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. ബട്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ സെറിബ്രോ നമ്മുടെ ഡൂം അടിച്ചു മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. ഫ്രാങ്ക്ലിൻ്റെ സഹായത്തോടെ എസ്കേപ്പ് ആകുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മൾ ലോക്കി ടി വിയിലോട്ട് പോവുകയാണ് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ കാണാനായിട്ട്. പുള്ളിക്കാരൻ സ്റ്റീവ് റോജേഴ്സ്, നമ്മൾ ലോക്കി പറയുന്നുണ്ട്, സ്റ്റീവ് റോജേഴ്സാണ് ഇതിനെല്ലാം പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. ആ പെഗ്ഗിയുടെ അടുത്ത് പോയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം കാരണം എന്ന് നമ്മൾ ലോക്കി പറയാനായിട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മൾ ഡൂം ടി വിയിലോട്ട് വരികയും ടി വിയെ നശിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അതായത് അവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മൾട്ടിവേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിന് മൊത്തം കൺട്രോൾ ചെയ്യാനും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈനൽ സിസ്റ്റം, ഒരു പ്രോപ്പറായിട്ടുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ ഡൂം അടിച്ച് ഇതാക്കിയത്. സോ പിന്നെ നമ്മൾ വെച്ചാൽ മൾട്ടിപ്പിൾ റിയാലിറ്റീസ് എന്നുള്ള സൂപ്പർ ഹീറോസ്, അതിൽ ഡെഡ്പൂൾ, വുൾവറിൻ, ഗാംബിറ്റ്, X-23, പിന്നെ 2 ആൾട്ടർനേറ്റ് വേർഷൻസ് ഓഫ് സ്പൈഡർമാൻ. അതിലെനിക്ക് തോന്നുന്നു ടോം ഹോളണ്ട് സ്പൈഡർമാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ടോബി മഗ്വയർ എന്തായാലും ഉണ്ടാകും. സോ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ കാര്യം അറിയത്തില്ല. എന്നാൽ പോലും 2 ആൾട്ടർനേറ്റ് വേർഷൻസ് ഓഫ് സ്പൈഡർമാൻ, പിന്നെ പ്രൊഫസർ എക്സ്, മാഗ്നെറ്റോ, ഇവരെല്ലാം ഉണ്ട്. സോ ഇവരെല്ലാവരും ഡൂമിനെ തടുക്കാൻ നോക്കുകയാണ്, പക്ഷേ അത് നടക്കുന്നില്ല. എന്നിട്ട് പിന്നീട് നടക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം ബാക്കിയുള്ള യൂണിവേഴ്സസ് കൊളൈഡ് ചെയ്ത് കൊളാപ്സ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ നമ്മുടെ സെൻട്രിയുടെ കയ്യിൽ നിന്ന് വോയിഡ് നമ്മുടെ ഡൂം അബ്സോർബ് ചെയ്യുന്നതായിട്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത്. എന്നിട്ട് നമ്മുടെ സെൻട്രിയെ കൊല്ലും എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത്ര വിശ്വസിക്കുന്നത് സെൻട്രിയെ കൊല്ലും ഐ ഡോണ്ട് തിങ്ക്. എന്തായാലും സെൻട്രിയെ കൊണ്ടുവരാൻ ലോങ് ടൈം ആയിക്കഴിഞ്ഞു. സെൻട്രിയെ ഒന്ന ഇതിൽ തന്നെ കൊല്ലുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്. എന്നാൽ പോലും നമ്മുടെ തോറിനെ ഇത് ഭയങ്കര വിഷമമുണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് നടക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ തോറിനെ ലോക്കിയുടെ ഫ്രണ്ടിൽ വച്ച് കൊല്ലും. അതായത് നമ്മളെ ഇൻഫിനിറ്റി വാറിലെ അതിലെ പാരലൽസ് പോലെയാണ്. അതായത് നമ്മളെ തോറിനെ ഇൻഫിനിറ്റി വാറിൻ്റെ തുടക്കത്തിൽ താനോസ് ലോക്കിയെ തോറിൻ്റെ മുമ്പേ വെച്ച് കൊന്നപോലെ. സോ അത് തോറിനെ കൊല്ലോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് നമ്മൾ ആ ഒരു ടീസർ കണ്ടതാണ് എനിക്കൊരു ഫൈനൽ എനിമിയെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഓഡിൻ്റെ അടുത്ത് പ്രേ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നില്ല കൊല്ലുമോ മരിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണണം. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ വാണ്ട വന്നിട്ട് ജീൻ ഗ്രേയെ കൊല്ലുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ട് പുള്ളിക്കാരി ആ ഫീനിക്സ് ഫോഴ്സ് എടുത്ത് വുൾവറിൻ്റെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ വാണ്ട മരിക്കുന്നതിന് മുമ്പ് വാണ്ട വീണ്ടും മരിക്കുന്നു. വാണ്ട ആ ഫീനിക്സ് ഫോഴ്സ് എടുത്തിട്ട് നമ്മുടെ വുൾവറിൻ്റെ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ട് പിന്നീട് ഇതിൽ പറയുന്നതനുസരിച്ച് പ്രൊഫസർ എക്സ് മരിക്കും അല്ലെങ്കിൽ കൊല്ലപ്പെടും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ അവിടേക്ക് പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സൂപ്പർ ഹീറോസിൻ്റെ അടുത്തേക്ക് കുറേ യൂണിവേഴ്സിൽ നിന്ന് സൂപ്പർ ഹീറോസ് വരികയാണ്. സുപ്പീരിയർ അയൺമാൻ, ക്യാപ്റ്റൻ ഹൈഡ്ര, മാസ്ട്രോ ഹൾക്ക്, കിങ് താനോസ്, ഇവർ വന്നിട്ട് എല്ലാവരും കൂടെ റിമൈനിങ് ഏഴ്സിനെ എല്ലാം നശിപ്പിക്കുകയാണ്, അറ്റാക്ക് ചെയ്യുകയാണ്. സോ അതായത് എന്താ പറയുക, ഒരു ഹീറോസും സക്സീഡ് ആവില്ല എന്ന് നിൽക്കുന്ന സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ച് വന്നിട്ട് നമ്മുടെ ഡൂമിൻ്റെ സൈഡിലോട്ട് പോവുകയാണ്. അതായത് ഡൂമിൻ്റെ പക്ഷത്തേക്ക് പോവുകയാണ്. അതായത് ഇതിൽ പറയുന്നതനുസരിച്ച് റിയാലിറ്റിയെ രക്ഷിക്കാൻ ആകെയുള്ളൊരു ഹോപ്പ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഡൂമിൻ്റെ ഇതിൽ കള്ളക്കളി കളിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ റിമൈനിങ് യൂണിവേഴ്സ് എല്ലാം കൊളാപ്സ് ആവുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ആ പുതിയ റിയാലിറ്റി ഉണ്ടാവുകയാണ്. അതിനെ ബാറ്റിൽ വേൾഡ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഡോക്ടർ സ്ട്രേഞ്ച് ബിട്രേ ആകും, അവഞ്ചേഴ്സിനെ ബിട്രേ ചെയ്യും എന്നുള്ള സാധനം ഇതിനു മുമ്പേ ലീക്സിൽ വന്നതാണ്. അത് കോമിക്സിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ഡോക്ടർ സ്ട്രേഞ്ച് എങ്ങനെയാണ് ഇതിൽ ബിട്രേ ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇതിൽ പറയുന്നതനുസരിച്ച് യൂണിവേഴ്സിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാവണം പുള്ളിക്കാരൻ ചെയ്യുന്നത്. ബട്ട് ഒരു തിയറി ഉണ്ട്. അതായത് നമ്മളെ ഇൻഫിനിറ്റി വാറിൽ മൾട്ടിപ്പിൾ, അതായത് നമ്മൾ അവഞ്ചേഴ്സ് ജയിക്കാനുള്ള ഒരുപാട് ഇത് പുള്ളിക്കാരൻ സ്കാൻ ചെയ്ത് പോയി. ഇതിൽ പുള്ളിക്കാരൻ ഡൂമിനെയും ഇതെല്ലാം ഫ്യൂച്ചർ കണ്ടു എന്നാണ് പറയുന്നത്. എന്നാൽ പോലും അതറിയില്ല. ബട്ട് ഒരു തിയറിയാണ്. ബട്ട് എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടമല്ല എന്തായാലും ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് ബാറ്റിൽ വേൾഡ് എന്നുള്ള സംഭവം ഉണ്ടാവുകയാണ്. സോ ഈ സർവൈവേഴ്സ് എല്ലാം ബാറ്റിൽ വേൾഡിൽ ഇങ്ങനെ കിടക്കുകയാണ്.
അപ്പോൾ അവർ എണീറ്റതിന് ശേഷം അവർ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഡോക്ടർ ഡൂമാണ് അവിടെ മൊത്തം റൂൾ ചെയ്യുന്നത്. സോ ഡോക്ടർ ഡൂം പറയുന്നുണ്ട് പുള്ളിക്കാരൻ എന്താ പറയുക ഒരു സീക്രട്ട് ടൈം ലൈൻ ഉണ്ടാക്കുകയും എന്താ പറയുക ഒരു സാധനം പറയുന്നത് വെച്ചാൽ വിക്ടർ വോൺ ഡൂമിൻ്റെ ഒരു എന്താ പറയുക വേർഷനെ നമ്മുടെ സ്റ്റാർക്ക് ഫാമിലി അഡോപ്റ്റ് ചെയ്തു. എന്നിട്ട് ആ സ്റ്റാർക്ക് ഫാമിലി അഡോപ്റ്റ് ചെയ്തത് ടോണി സ്റ്റാർക്കിനായിരുന്നു. ടോണി സ്റ്റാർക്ക് എന്ന പേരിലായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ അയൺമാൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ആവശ്യമെന്ന് പറയുന്നത് അയൺമാൻ എന്ന് പറയുന്ന ഒരാൾ ആ ടൈം ലൈനിൽ ഉണ്ടാവുകയും സ്റ്റീവ് റോജേഴ്സിൻ്റെ ആക്ഷൻസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് പുള്ളിക്കാരനോട് നിൽക്കണം എന്നായിരുന്നു. സോ ഈ ഒരു തിയറി പറയുന്നതനുസരിച്ച് നമ്മുടെ ഡൂം അല്ലെങ്കിൽ നമ്മുടെ അയൺമാൻ അല്ലെങ്കിൽ ടോണി സ്റ്റാർക്കായിട്ട് നമ്മുടെ യൂണിവേഴ്സിലുണ്ടായിരുന്ന ആൾ ശരിക്കും ഡോക്ടർ ഡൂമിൻ്റെ ഒരു വേരിയൻ്റ് ആണെന്നാണ് പറയുന്നത്. ബട്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം. കാരണം അത് ഒത്തിരി ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇതാണ്. കാരണം ഞാൻ പറഞ്ഞ ഇത് തിയറീസ് മാത്രമാണ്. അതുകൊണ്ട് ഇത് അത്ര അധികം ഒരു വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു കഥ പോലെ കേട്ടിരിക്കുക നല്ല രീതിയിൽ. പിന്നെ ഇതിലൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കൂടെ പറയുന്നുണ്ട്. റിച്ചാർഡ്സ് ആണ് ഈ ഒരു വേൾഡിലെ അവസാന കണ്ണി അല്ലെങ്കിൽ സർവൈവ് ചെയ്തിരിക്കുന്നത്. അവിടെ വെച്ചിട്ട് മോളിക്യൂൾ മാൻ പറയുന്നുണ്ട് ഡൂം ഈ ബാറ്റിൽ വേൾഡിൻ്റെ എനർജി മൊത്തം നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ റിച്ചാർഡ്സ് ഇവരെല്ലാവരും കൂടെ സീക്രട്ട് വാസിലേക്ക് കടക്കുകയാണ്. സീക്രട്ട് വാസിൽ സ്റ്റോറിയിലോട്ട് ഇതാവുകയാണ്. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ റിച്ചാർഡ്സും ബാക്കിയുള്ള അവഞ്ചേഴ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ പോലും ഇതിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ബാറ്റിൽ സർവൈവ് ചെയ്യുന്ന സൂപ്പർ ഹീറോസ് എല്ലാം ബാറ്റിൽ വേൾഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ റിച്ചാർഡ്സ് ആണ് സർവൈവ് ചെയ്ത് നിൽക്കുന്ന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇതൊരു ആസ് എ സെഡ് ഞാൻ ഗൈസ് ഒന്നുകൂടെ പറയാം, ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇതൊരു പ്ലോട്ട് ലീക്കാണ്. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഗൗരവമേ കൊടുക്കാവുള്ളൂ. ആൻഡ് ഓഫ്കോഴ്സ് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ സെയിം പ്ലോട്ട് തന്നെ. ബട്ട് എന്താ പറയുക ഇതൊന്ന് അതേപടി നടക്കുമെന്ന് ഞാൻ എല്ലാ പ്ലോട്ട് ലീക്ക് ചെയ്യുമ്പോൾ തുടക്കത്തിൽ പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ തന്നെ വിട്ടുപോയി. സോ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇതൊരു പ്ലോട്ട് ലീക്ക് തന്നെയാണ്. പല ആൾക്കാരും ഉണ്ടാക്കുന്ന തിയറീസാണ്. ബട്ട് നമ്മളത് റെലവൻ്റ് ആയിട്ട് നമുക്ക് തോന്നുമ്പം നമ്മൾ ചെയ്യുന്നത് മാത്രം. ബട്ട് എനിക്ക് തന്നെ ഇത് വായിച്ചിപ്പം ഇങ്ങനത്തെ പറഞ്ഞു തന്നപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ ഒരു ഓവർ എക്സാജറേറ്റഡ് ആയിട്ട് തോന്നി, എനിക്ക് തന്നെ തോന്നി. സോ ഇതൊക്കെ ജസ്റ്റ് ഒരു തിയറീസ് ആയിട്ട് കാണാൻ കഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഞാനൊരു കഥ പോലെ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒരു കഥ പോലെ കേട്ടിരുന്നാൽ. സോ ഗൈസ് ഇത്രയൊക്കെയായിരുന്നു ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ടായത്. സോ ഗൈസ് മറ്റൊരു മാർവലായിട്ട് വീഡിയോ നമുക്ക് വീണ്ടും അത് ദിസ് മീ സൈനിങ് ഔട്ട് ആൻഡ് യു ആർ സൂപ്പർ ടീം ആൻഡ് നമ്മളാണ് സൂപ്പർ ഹീറോസ്.